ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പരീക്ഷകളെ ഒരിക്കലും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളായി കാണരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേ ചർച്ചയുടെ രണ്ടാം ഭാഗം തിങ്കളാഴ്ച. കേരളത്തിലെ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വീണ്ടും തിങ്കളാഴ്ച ചേരും. മൂന്നാമത് രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് നാളെ എറണാകുളത്ത് തുടക്കം. അക്ഷരത്തോടൊപ്പം ആരോഗ്യം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കുട്ടികളുടെ ശാരീരിക മാനസികാരോഗ്യ സംരക്ഷണത്തിന് ഇനി 104 ടോൾ ഫ്രീ നമ്പർ. അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 412 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസം മാധ്യമം മാത്രമാണെന്നും പരീക്ഷകളെ ഒരിക്കലും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളായി കാണരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേ ചർച്ചയുടെ 9ാം പതിപ്പിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സമയനിഷ്ഠയ്ക്ക് വിജയത്തിന്റെ പാതയിൽ ഏറെ പ്രാധാന്യമുണ്ട്. മാർഗനിർദ്ദേശവും ആത്മവിശ്വാസവും ഒന്നിച്ചു ചേരുമ്പോഴാണ് യഥാർത്ഥ ആത്മധൈര്യം വളരുന്നതെന്നും പരീക്ഷകൾക്കുള്ള സ്വന്തം തയ്യാറെടുപ്പ് രീതിയിൽ പൂർണ്ണ ആത്മവിശ്വാസം പുലർത്തുന്നത് പ്രധാനമാണെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. पहली बात है, आप अपनी जो पैटर्न है उस पर पूरा भरोसा करो, लेकिन जो पैटर्न के लिए सुझाव देते हैं उसको ध्यान से सुनो, समझने की कोशिश करो और उसमें आपको लगता है यार मेरी पैटर्न तो है लेकिन ये चीज मैं अगर जोड़ दूं तो अच्छा होगा, लेकिन किसी के कहने पर मत जोड़ो, अपने अनुभव से जोड़ो. പരീക്ഷാ പേ ചർച്ചയെക്കുറിച്ച് വിവിധ ജില്ലകളിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. ഞാൻ അക്ഷരായി PMST കേന്ദ്ര വിദ്യാലയ കണ്ണൂരിൽ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഓൾ ഓവർ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിനോട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ എക്സാം ടൈമിലുള്ള പ്രഷർ, ആങ്സൈറ്റി, ഇതിനെപ്പറ്റിയെല്ലാം ചോദിച്ചറിഞ്ഞ് അതിന് നമുക്ക് ഓവർകം ചെയ്യാനുള്ള ടെക്നിക്സ് പറഞ്ഞു കൊടുക്കും. ഞാൻ പുണ്യ നായർ, PMST കേന്ദ്ര വിദ്യാലയ നമ്പർ 1 കാലിക്കറ്റിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്നത്തെ പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിലൂടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി എങ്ങനെ പരീക്ഷകളെ ആരോഗ്യകരമായി നേരിടാമെന്നും അത് എങ്ങനെ നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാത്ത തക്കവണ്ണം എങ്ങനെ അത് വളരെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ രണ്ടാം ഭാഗം തിങ്കളാഴ്ച. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാവിലെ 10 മണി മുതൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും. ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാകും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയും രാജ്യസഭയും വീണ്ടും തിങ്കളാഴ്ച ചേരും. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ വിവിധ വിഷയങ്ങളിൽ മുദ്രാവാക്യവുമായി ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ആരംഭിക്കാൻ സാധിച്ചില്ല. പ്രതിപക്ഷത്തിന്റെ നിലപാടിൽ സ്പീക്കർ ഓം ബിർള ആശങ്ക അറിയിച്ചു. രാജ്യസഭയിൽ നടപടികൾ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെക്കുകയും പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയുമായിരുന്നു. കേരളത്തിലെ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കണമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യസഭയിൽ ബജറ്റ് വകയിരുത്തലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ഇത്തവണ ബജറ്റിൽ 3795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. For Kerala, a large number of projects have been taken up. In this budget, there has been a record allocation for the state of Kerala for development of railways. The allocation is 3,795 crore rupees. The state government should support the central government in getting the railway projects expedited. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിയുക്തവുമാണെന്ന് ഉറപ്പാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. കേരളം, അസം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്കുള്ള യോഗത്തിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാതികളിൽ ഉടനടി പരിഹാരം കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. 2 ദിവസത്തെ യോഗത്തിൽ 3 ബാച്ചുകളിലായി 1444 ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. സംസ്ഥാനത്ത് SIR-ന്റെ ഭാഗമായിട്ടുള്ള ഹിയറിംഗിലൂടെ 21,130 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇതിൽ 2,804 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 1039 പേർ വിദേശ പൌരത്വം സ്വീകരിച്ചവരുമാണെന്ന് അദ്ദേഹം അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും.
അതേസമയം ഉത്തർപ്രദേശിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 6 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി. എൽഡിഎഫിന്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പത്തനംതിട്ടയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭയിൽ പ്രതിപക്ഷം ചർച്ചകളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിലാണ് മധ്യമേഖലാ മുന്നേറ്റ ജാഥ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന UDF പുതുയുഗ യാത്രയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ തുടക്കമായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിലെ മേഖലാതല യാത്രകൾക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകും. LDFന്റെയും UDFന്റെയും അഴിമതി തുറന്നു കാണിക്കുന്നതിലൂടെ BJPയുടെ ആദർശങ്ങൾ ജനങ്ങൾ പിന്തുടരുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. എന്റെ ബൂത്ത് എന്റെ അഭിമാനം വികസിത കേരള സംഗമം പരിപാടിയെ എറണാകുളത്ത് അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രിമാരായ ശോഭ കരന്തലജെ, ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. മൂന്നാമത് രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് നാളെ എറണാകുളത്ത് തുടക്കമാകും. 3 ദിവസത്തെ മേള മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ ഭാവിയുടെ ശാക്തീകരണം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഗ്രീൻ എക്സ്പോ ചർച്ചകൾ, എനർജി ക്ലബ്ബ് സംസ്ഥാനതല മത്സരങ്ങൾ എന്നിവ മേളയോടനുബന്ധിച്ച് നടക്കും. സംസ്ഥാനത്ത് കുട്ടികളുടെ ശാരീരിക മാനസികാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഇനി മുതൽ 104 എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും. 24 മണിക്കൂറും കുട്ടികൾക്ക് ആരോഗ്യ സേവനം നൽകുന്ന അക്ഷരത്തോടൊപ്പം ആരോഗ്യം എന്ന പദ്ധതിക്ക് സംസ്ഥാനതലത്തിൽ തുടക്കമായി. ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജലസേചന തുരങ്കങ്ങളിലൊന്നായ ഇടുക്കിയിലെ അഞ്ചുരുളി തുരങ്കം 45ാം വാർഷിക നിറവിൽ. ഇരട്ടയാർ ഡാമിലെ വെള്ളം ഇടുക്കി അണക്കെട്ടിലെത്തിക്കാനായി നിർമ്മിച്ച ഈ തുരങ്കം സഞ്ചാരികളുടെ ഇഷ്ടയിടം കൂടിയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉരുളി കമിഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെ അടുത്തടുത്തായി 5 കുന്നുകൾ ഉള്ളതാണ് ഈ സ്ഥലത്തിന് അഞ്ചുരുളി എന്ന പേര് വരാൻ കാരണം. കട്ടപ്പന ഏലപ്പാറ റൂട്ടിലെ കക്കാട്ടുകടയിൽ നിന്ന് 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഞ്ചുരുളിയിലെത്താം. മനുഷ്യ പ്രയത്നത്തിന്റെ വിസ്മയ കാഴ്ചയാണ് അഞ്ചുരുളി തുരങ്കം. 1974 നിർമ്മാണം ആരംഭിച്ച് 1980 ജനുവരിയിൽ പൂർത്തിയാക്കിയ ഈ തുരങ്കത്തിന് 5.5 കിലോമീറ്റർ നീളമുണ്ട്. ടണലിന്റെ ഒരറ്റത്തു നിന്ന് നോക്കിയാൽ കിലോമീറ്ററുകൾക്കപ്പുറത്തെ വെളിച്ചം ഒരു നക്ഷത്രം പോലെ കാണാം എന്നതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 412 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റിന് 411 റൺസ് എടുത്തു. ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർ വൈഭവ് സൂര്യവംശി സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റിന് 112 റൺ എന്ന നിലയിലാണ്. രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസിന് പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. പൊതുജന സൌകര്യം മുൻനിർത്തി തിരുവല്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിരുന്നു. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് 5.25% തുടരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓൺലൈൻ പണമിടപാട് തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർക്ക് 25,000 രൂപ വരെ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വൈകാതെ പങ്കുവയ്ക്കുമെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു, 170 പേർക്ക് പരിക്കേറ്റു. ഷെഹ്സാദ് ടൌൺ മേഖലയിലുള്ള തർലായി ഇമാം ബർഗ എന്ന ആരാധനാലയത്തിലായിരുന്നു സ്ഫോടനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 266 പോയിന്റ് ഉയർന്ന് 83,580-ലും നിഫ്റ്റി 51 പോയിന്റ് നേട്ടത്തിൽ 25,693-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 13,965 രൂപയും പവന് 1,520 രൂപ താഴ്ന്ന് 1,11,720 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷകളെ ഒരിക്കലും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളായി കാണരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേ ചർച്ചയുടെ 2ാം ഭാഗം തിങ്കളാഴ്ച. കേരളത്തിലെ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വീണ്ടും തിങ്കളാഴ്ച ചേരും. മൂന്നാമത് രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് നാളെ എറണാകുളത്ത് തുടക്കം. അക്ഷരത്തോടൊപ്പം ആരോഗ്യം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിന് ഇനി 104 ടോൾ ഫ്രീ നമ്പർ.
അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 412 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.